ഹലോ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം മാം പഠിപ്പിച്ച റാ എല്ലാവരും വീട്ടിൽ മണ്ണിൽ എഴുതി നോക്കിയോ? ഇന്ന് പുതിയൊരക്ഷരമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതാണ് ര. ഇത് ഏതക്ഷരമാണ്? ര. ര എങ്ങനെ എഴുതുന്നെന്ന് നമുക്ക് നോക്കാം. താഴെ നിന്നും മുകളിലോട്ട് വന്ന് വളച്ച് താഴെ കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റി മുട്ടിക്കുമ്പോഴാണ് രായാകുന്നത്. ഒന്നുകൂടെ പറയാമേ. താഴേന്ന് മുകളിലോട്ട് വന്ന് വളച്ച് താഴെ കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റി മുട്ടിക്കുമ്പോഴാണ് രായാകുന്നത് കേട്ടോ. നോക്കിക്കേ, ഇനി ഈ രാ ചേർന്നുള്ള കുറച്ച് വാക്കുകൾ മാം പരിചയപ്പെടുത്താം. ഇതെന്താണെന്നറിയാമോ? എന്താണിത്? ഇതാണ് മരം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരം? നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ മരം ഉണ്ടാകും അല്ലേ? ഈ മരത്തിലാണ് നമ്മുടെ കൊച്ചു കൊച്ചു കിളികളും വലിയ കിളികളും എല്ലാം വന്ന് കൂടുണ്ടാക്കുന്നത്. കണ്ടോ മരം? ഈ മരത്തിൽ നോക്കിക്കേ, ഈ മരം നമ്മൾ എഴുതുമ്പോൾ ഈ മരത്തിനകത്തും രായുണ്ട്. കണ്ടോ? രാ കണ്ടോ എല്ലാവരും? ഇനി അടുത്ത ഒരു വാക്ക്, ഇത് നോക്കിക്കേ. ഈ പക്ഷി ഏതാണെന്ന് പറയാമോ? ഏതാണ് ഈ പക്ഷി? ഈ പക്ഷിയാണ് കുരുവി. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ചിലപ്പം വരാറുണ്ട് കുരുവി അല്ലേ? മാമിൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം വരാറുണ്ട് ഒരു കുരുവി. ഇതാണ് കുരുവി. നോക്കിക്കേ, ഈ കുരുവിക്കകത്തും രായുണ്ട്. കണ്ടോ? ഈ കുരുവിക്കകത്തും രായുണ്ട്. ഇനി ഇത് ഏത് മൃഗമാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മൃഗത്തിനെ? ഇതാണ് കുതിര. ഇത് ഏത് മൃഗമാണ്? കുതിര. ഈ കുതിരയ്ക്കകത്തും രായുണ്ട്. കണ്ടോ രായ? ഈ കുതിരയ്ക്കകത്തും രായുണ്ട്. ഇത് ഏത് പൂവാണെന്ന് പറയാമോ? ഈ പൂവാണ് താമര. ഇത് എവിടെയാണ് വളരുന്നതെന്നറിയാമോ? വെള്ളത്തിൽ. വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് താമര. കണ്ടോ? ഈ താമരയ്ക്കകത്തും രായുണ്ട്. കണ്ടോ എല്ലാവരും? ഈ താമരയ്ക്കകത്തും രായുണ്ട്. ഇനി ഈ രാ ചേർന്ന് വരുന്ന ഒരു വാക്കല്ലേ കുരുവി. ആ കുരുവിയുടെ ഒരു സ്റ്റോറി നിഷു മാം പറയാം കേട്ടോ. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു കുഞ്ഞു കുരുവി ഉണ്ടായിരുന്നു. കുരുവിക്ക് മഴക്കാലമായപ്പോൾ തൻ്റെ കൂട് കെട്ടാൻ വേണ്ടി എല്ലാ മരങ്ങളോടും ചെന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ പ്ലാവ് മരത്തിൻ്റെ അടുത്ത് കുരുവി ചെന്നിട്ട് പറഞ്ഞു, പ്ലാവ് മരത്തിൽ എന്താ ഉണ്ടാകുന്നത്? ചക്ക അല്ലേ? ചക്കപ്പഴം കായ്ക്കുന്ന മരമാണ് ഏത്? പ്ലാവ്. ഈ പ്ലാവ് മരത്തോട് ചെന്ന് കുരുവി പറഞ്ഞു, പ്ലാവ് മരമേ എനിക്ക് കൂട് കെട്ടാൻ ഒരിത്തിരി സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. പ്ലാവ് മരം പറഞ്ഞു, ഇല്ല, ഞാൻ തരത്തില്ല. നിനക്ക് കൂട് കെട്ടാൻ എൻ്റെ പ്ലാവ് മരത്തേൽ ഒട്ടും സ്ഥലം തരത്തില്ലെന്ന് പറഞ്ഞു. പാവം കുരുവി അടുത്ത് തന്നെ ചെന്ന് മാവ് മരത്തോട് ചോദിച്ചു, മാവ് മരമേ എനിക്ക് കൂട് കെട്ടാൻ ഒരിത്തിരി സ്ഥലം തരാമോ എന്ന് ചോദിച്ചു. മാവ് മരം പറഞ്ഞു, ഞാൻ തരത്തില്ല. ഇനി നിനക്ക് കൂട് കെട്ടാൻ എൻ്റെ മാവേൽ ഞാൻ സ്ഥലം തരത്തില്ല എന്ന് പറഞ്ഞു. പാവം കുരുവി ചെന്ന് തേക്കുമരത്തോട് ചോദിച്ചു, തേക്കുമരമേ എനിക്ക് കൂടുണ്ടാക്കാൻ ഒരിത്തിരി സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. തേക്കുമരം പറഞ്ഞു, ഞാൻ തരത്തില്ല, നിനക്ക് കൂട് കെട്ടാൻ എൻ്റെ തേക്ക് മരത്തിൽ സ്ഥലം തരത്തില്ലെന്ന് പറഞ്ഞു. പാവം കുരുവി കേട്ടോ. കുരുവിക്ക് സങ്കടമായി. കുരുവി നോക്കിയപ്പോൾ അവിടെ ഒരു കൊച്ചു വാഴച്ചെടി നിൽപ്പുണ്ടായിരുന്നു. വാഴച്ചെടിയിൽ എന്താ ഉണ്ടാകുന്നത്? വാഴപ്പഴം കേട്ടോ. ആ വാഴച്ചെടിയോട് ചെന്ന് കുരുവി പറഞ്ഞു, വാഴച്ചെടിയെ എനിക്ക് കൂടുണ്ടാക്കാൻ ഒരിത്തിരി സ്ഥലം നിന്റെ വാഴക്കൈയിൽ തരാവോ എന്ന് ചോദിച്ചു. വാഴച്ചെടി പറഞ്ഞു, അതിനെന്താ, എൻ്റെ വാഴക്കൈയിൽ നീ കൂട് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുരുവി ഈ വാഴക്കൈയിൽ തൻ്റെ കൂടുണ്ടാക്കി കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഭയങ്കര മഴയും കാറ്റും ഇടിയും എല്ലാം കൂടി വന്ന് നമ്മുടെ കുരുവിക്ക് സ്ഥലം കൊടുക്കാത്ത ആ തേക്ക് മരവും പ്ലാവ് മരവും മാവ് മരവും എല്ലാം പൊത്തോന്ന് താഴോട്ട് വീണു, ഒടിഞ്ഞ്
കാറ്റത്തും മഴയത്തും ഒടിഞ്ഞ് താഴെ വീണു. നമ്മുടെ നന്മ ചെയ്ത വാഴച്ചെടി മാത്രമുണ്ടല്ലോ, ഈ വാഴച്ചെടിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. എന്താ കാരണം എന്നറിയാമോ? ഈ വാഴച്ചെടി ആ കുഞ്ഞു കുരുവിയെ സഹായിച്ചില്ലേ? അപ്പം ദൈവം ഈ വാഴച്ചെടിയെയും സഹായിച്ചു. നമ്മൾ നന്മ ചെയ്താൽ ദൈവം നമുക്കും തിരിച്ച് നന്മ കിട്ടും എന്നാണ് ഈ കഥയുടെ അർത്ഥം. മനസ്സിലായോ? ഇന്ന് മാം കൊച്ചൊരു കുരുവിയുടെ പാട്ട് പഠിപ്പിക്കാം കേട്ടോ. വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരു കുരുവി നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. ഇതാണ് ആ പാട്ടിൻ്റെ വാക്കുകൾ കേട്ടോ. വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരു കുരുവി നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വാക്കുരുവി വരുകുരുവി വാഴക്കൈമേലിരു കുരുവി നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വാക്കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരു കുരുവി നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. ഓക്കെ, ഇനി രാ എങ്ങനെയാണ് മണ്ണിൽ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ട്രേക്കകത്ത് മണ്ണെടുത്ത് എല്ലാവരും എഴുതി നോക്കണം കേട്ടോ. നോക്കിക്കേ, താഴേന്ന് മുകളിലോട്ട് വന്ന് വളച്ച് താഴെ കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റി മുട്ടിക്കുമ്പോഴാണ് രായാകുന്നത് കേട്ടോ. ഒന്നുകൂടെ, താഴേന്ന് മുകളിലോട്ട് വന്ന് വളച്ച് താഴെ വന്ന് മുകളിലോട്ട് കയറ്റി മുട്ടിക്കുമ്പോഴാണ് രായാകുന്നത്. ഓക്കെ, എല്ലാവരും വീട്ടിൽ മമ്മായുടെ കൂടെ ഇരുന്ന് എഴുതി നോക്കണം കേട്ടോ. ശരി.